മുത്തുനബിയുടെ വിജയത്തിന്റെ നാളുകൾ. ഭാഗം 2. ഉടമയുടെ വീട്ടിലേക്ക് പാഞ്ഞു എത്തിയ അയാൾ. തന്റെ കുഞ്ഞിളും പൈതലിന് അമ്മിഞ്ഞ നൽകുകയായിരുന്ന അയാളുടെ ഭാര്യയുടെ മാറിടം ഛേദിച്ചുകൊണ്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഈയൊരു ഭയാനകമായ സംഭവത്തിന്റെ പേരിൽ രണ്ടുപേരും പ്രതിനിധീകരിക്കുന്ന ഗോത്രങ്ങൾ പതിറ്റാണ്ടുകളോളമാണ് യുദ്ധം ചെയ്തത്. അനവധി ആളുകൾ മരിച്ചു വീണു. ഇതേ അവസ്ഥയായിരുന്നു അന്ന് അറേബ്യയിലെങ്ങും. നീതിയും ധർമ്മവും നഷ്ടപ്പെട്ട, അന്നത്തെ അധിനിവേശ ശക്തികൾ പോലും അവഗണിച്ച ഇരുകാലി മൃഗങ്ങളെപ്പോലെയുള്ള ജനത. ആ സമൂഹത്തിനിടയിൽ മനുഷ്യരാശിക്ക് മുഴുവൻ അനുഗ്രഹമായ നായകൻ പിറവികൊള്ളുകയായിരുന്നു. ആ വിളക്കിന്റെ വെഡത്തിരുന്നാണ് ആധുനികൻ സംസ്കാരവും മറ്റെല്ലാ നന്മകളും പഠിച്ചെടുത്തത്. മൈക്കിഗ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന ഗ്രന്ഥത്തിൽ റോബർട്ട് എഴുതുന്നത് ശ്രദ്ധിക്കുക. ആധുനിക ശാസ്ത്രത്തിന് വലിയ ഒരളവോളം കടപ്പാട് അറബി സംസ്കാരത്തോടാണ്. ശാസ്ത്രത്തിന്റെ അസ്തിത്വം അതിനോട് കടപ്പെട്ടിരിക്കുന്നു. ഗവേഷണ തൃഷ്ണയും നിരീക്ഷണ രീതികളും യൂറോപ്പിന് പരിചയപ്പെടുത്തിയത് അറബികളാണ്. നൂറ്റാണ്ടിന്റെ മുമ്പുള്ള മൃഗീയതയിലേക്ക് പുരോഗമനത്തിന്റെ മുഖം മൂടിയിട്ട് മനുഷ്യൻ മൂപ്പുകുത്തുമ്പോൾ നന്മ നിറഞ്ഞ മനസ്സുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ആ വെളിച്ചത്തെയാണ്. ലോകത്തെങ്ങോളമിങ്ങോളം സ്മാരകങ്ങളുണ്ടാക്കി നേതാക്കളെ കാലത്തിനതീതരായി വാഴ്ത്താൻ ശ്രമിക്കുമ്പോഴും ഒരു പ്രതിമയോ ചിത്രമോ പോലുമില്ലാതെ മാനസങ്ങളിൽ സർവ്വവിധ ബഹുമാനത്തോടും അധികാരത്തോടും ജീവിക്കുന്ന, ലോകത്തിന്റെ മൂന്നിലൊന്നു വരുന്ന ജനത പിന്തിക്കൊണ്ടിരിക്കുന്ന, അരുതാത്തതെന്തെങ്കിലും അവിടുത്തെപ്പറ്റി പറയുമ്പോൾ വികാരപരവശരാകുന്ന ആ അത്ഭുതം മുഹമ്മദ് മുസ്തഫ സല്ലം തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ടതാണ്. തുടരും.